നിങ്ങൾ ഇതിനകം മുക്തി പ്രാപിച്ചു എന്ന് എങ്ങനെ അറിയാം? നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നതിലൂടെ ഭൂരിഭാഗവും വിധിയിലൂടെയാണ് വെളിപ്പെടുന്നത്. നമ്മൾ ആരെ കാണുന്നു, എന്ത് അനുഭവിക്കുന്നു, എത്രകാലം ഭൂമിയിൽ വസിക്കുന്നു എന്നത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടവയാണ്. എന്നാൽ ആ പാതയ്ക്കുള്ളിൽ തന്നെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സൂക്ഷ്മവും ശക്തവുമായ ഒന്നാണ് സാക്ഷിഭാവം അഥവാ വിറ്റ്നസ്ഹുഡ്. ഓരോ അനുഭവങ്ങളിലും വൈകാരികമായി കുടുങ്ങിപ്പോകുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കാനും അനുഭവിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങുന്നു. ഇത് നിസ്സംഗതയല്ല, മറിച്ച് ആഴത്തിലുള്ള അവബോധമാണ്. ഇവിടെയാണ് സ്വതന്ത്ര ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വിൽ പ്രകടമാകാൻ തുടങ്ങുന്നത്. സംഭവങ്ങളെ മാറ്റിക്കൊണ്ടല്ല, മറിച്ച് അവയെ എങ്ങനെ അനുഭവിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ജീവിതത്തിൻ്റെ രുചി നമ്മുടെ തിരഞ്ഞെടുപ്പായി മാറുന്നു. നല്ലതിനോടും ചീത്തയോടും പ്രയാസകരമായ സാഹചര്യങ്ങളോടും ഉള്ള സ്വീകാര്യത സ്വാഭാവികമാകുമ്പോൾ ഓരോ തിരമാലകളാലും നമ്മൾ അസ്വസ്ഥരാകുന്നത് അവസാനിക്കുന്നു. കൂടുതൽ വ്യക്തതയുള്ള ഒരു ഉന്നത തലത്തിൽ നിന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു. ഇത് ദൈനംദിന ജീവിതത്തിനുള്ളിൽ തന്നെ ലഭ്യമായ നിശബ്ദമായ ഒരു മുക്തിയാണ്.